ഡേ, ഈ ചട്ടുകാലും വെച്ച് നിരങ്ങി നീ ഇപ്പോൾ വീട്ടിലെത്താനാ? ഉണ്ണിയുടെ ചോദ്യം കേട്ട് മീര തിരിഞ്ഞു നോക്കി. അല്ല, ഇതാര്? ഉണ്ണിയേട്ടനോ? ഇതെന്താ പതിവില്ലാതെ ഇത്ര നേരത്തെ? എന്താ എനിക്ക് നേരത്തെ വന്നുകൂടെ? അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആവാലോ, ഞാൻ വെറുതെ ചോദിച്ചതാ. മീര ചെറു കുസൃതിയോടെ അവനെ നോക്കി പറഞ്ഞു. ആ ശരി, ഞാൻ പോകുന്നു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അതെ ഉണ്ണിയേട്ടാ, ഞാനും വന്നോട്ടെ? ഏട്ടൻ പറഞ്ഞ പോലെ ഈ ചട്ടുകാലം വെച്ച് ഇപ്പോൾ വീട്ടിലെത്താനാ? നീ ഈ കാലം വെച്ച് അങ്ങ് വന്നു മതി, ഇതിൽ വലിഞ്ഞു കയറണ്ട. ചെറിയ നീരസത്തോടെ ഉണ്ണി പറഞ്ഞു. ഒന്നും തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ബൈക്കും എടുത്തു പോകുന്നത് അവൾ വിഷമത്തോടെ നോക്കി നിന്നു. ഏറെ നേരം കഴിഞ്ഞാണ് മീര വീട്ടിലെത്തുന്നത്. ഉമ്മറപ്പടയിൽ അവളെ കാത്തു അമ്മയും അച്ഛനും ഇരിപ്പുണ്ടായിരുന്നു. എന്താ മോളെ ഇത്ര വൈകിയത്? അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു അകത്തേക്ക് കയറ്റിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ അമ്മേ, ഒന്നും പറയണ്ട. ഇന്ന് ക്ലാസ് ഒരുപാട് ലേറ്റായ കഴിഞ്ഞ്. അവൾ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. കൃഷ്ണേട്ടാ, നമുക്ക് സരസ്വതി അടുത്തയുടെ മീരയുടെയും ഉണ്ണിയുടെയും കല്യാണക്കാര്യം പറയണ്ടേ? കഴിഞ്ഞ ദിവസം ഏട്ടത്തി പറഞ്ഞിരുന്നു വെച്ച് താമസിപ്പിക്കണ്ടെന്ന്. ലക്ഷ്മിനി ഉണ്ണിക്ക് മോളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാതെ എങ്ങാനും വരൂ? കൃഷ്ണൻ നായർ ചെറു സംശയത്തോടെ ലക്ഷ്മിയമ്മയെ നോക്കി ചോദിച്ചു. അല്ല ലക്ഷ്മി, അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അങ്ങനെ തോന്നി. നമ്മുടെ മോൾക്ക് കാലിനു സ്വാധീനമില്ലല്ലോ. ഉണ്ണി ഇതിങ്ങനെ വെച്ച് നീട്ടണ്ടെന്ന എൻ്റെ അഭിപ്രായം. എന്ത്? നിന്റെയും മീരയുടെയും കല്യാണം ഉടൻ നടത്തണം എന്ന കൃഷ്ണയുടെയും ലക്ഷ്മിയും പറയുന്നു. ഏത്? ആ ചട്ടുകാലി പെണ്ണിനെ ഞാൻ കെട്ടണമെന്നോ? അതേ, ജന്മം നടക്കില്ല. അതിന് വെച്ച വെള്ളം അതങ്ങ് മാറ്റി വെച്ചേക്കാൻ അവരോട് പറ. പെട്ടെന്നുള്ള അവൻ്റെ മറുപടി കേട്ടു സരസ്വതിക്ക് ദേഷ്യം വന്നു. നീ എന്താ പറഞ്ഞ്? അവളെ കെട്ടാൻ പറ്റില്ലെന്നോ? പിന്നെ എന്തിനാണ് ആ കുട്ടിക്കാലവും തൊട്ടേ നീ ആ പാവത്തെ മോഹിപ്പിച്ച്? അത് പിന്നെ അറിവില്ലായിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു. എനിക്കിപ്പോൾ എൻ്റെ ജീവിതം കളയാൻ പറ്റുമോ? അവൻ ദേഷ്യത്തോടെ അമ്മയെ നോക്കി പറഞ്ഞു. അല്ലേലും എൻ്റെ മോൻ എന്ത് യോഗ്യതയാണുള്ളത് അവളെ കെട്ടാൻ? അവൾക്ക് കാല് വയ്യെന്നല്ലേ ഉള്ളൂ. സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നാളെ നല്ലൊരു സർക്കാർ ജോലിയും കിട്ടും. പക്ഷെ നീയോ? 10ാം ക്ലാസ് 10 തവണ എഴുതി പൊട്ടിയില്ലേ? അമ്മയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം മരിച്ചു കയറി ഉണ്ണി കലിതുള്ളി ഇറങ്ങിപ്പോയി. അവൻ നേരെ പോയത് മീരയുടെ അടുത്തേക്കായിരുന്നു. ക്ലാസ് വിട്ടു വന്ന മീരയെ ഉണ്ണി തടഞ്ഞു നിർത്തി. ഡി, നിനക്ക് എന്നെ കെട്ടണോ? അങ്ങനൊരു പൂതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ മോൾ അതങ്ങ് ഉപേക്ഷിച്ചേക്കും. ഈ ജന്മം ഞാൻ നിന്നെ കെട്ടില്ല. പെട്ടെന്നുള്ള അവൻ്റെ സംസാരം അവളെ ഞെട്ടിച്ചു. ഉണ്ണിയേട്ടൻ എന്തായി പറയുന്നേ? നമ്മുടെ കല്യാണം പണ്ട് എല്ലാവരും പറഞ്ഞുറപ്പിച്ചതല്ലേ? പണ്ട് ഏട്ടന് സമ്മതമായിരുന്നല്ലോ. ഓ, അത് പണ്ട്. ഇപ്പോൾ എനിക്ക് ചട്ടുകാലിയെ ചുമക്കാൻ മനസ്സില്ല. പോരാത്തതിന് എനിക്ക് മറ്റൊരാളെ ഇഷ്ടവുമാ. അവളെ മാത്രം ഞാൻ കെട്ടു. ഉണ്ണിയുടെ വാക്കുകൾ ഇടിമിന്നൽ കണക്കിൽ മീരയുടെ തുളച്ചു കയറി. ഇടറിയ സ്വരത്തോടെ അവൾ ചോദിച്ചു. ആരാ അത്? ഇനി ആരാന്ന് പറഞ്ഞാൽ നീ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോകുമോ? അവൻ്റെ ദാക്ഷിണ്യമില്ലാത്ത മറുപടിക്ക് മുന്നിൽ മീര പറഞ്ഞു നിന്നു. എങ്കിൽ നീ അറിഞ്ഞോ, സുകുമാരേട്ടൻ്റെ മോള് പ്രേയുമായി ഞാൻ ഇഷ്ടത്തില്ല. അവളെ മാത്രമേ ഞാൻ കെട്ടു. നിനക്ക് തൃപ്തിയായല്ലോ? അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. പക്ഷെ ഉണ്ണിക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇതും പറഞ്ഞ് മേൽ നീയോ നിന്റെ കുടുംബക്കാരോ എൻ്റെ മുന്നിൽ വന്നേക്കരുത്. അവൾ കണ്ണുനീര് തുടച്ചു തല കുലുക്കി സമ്മതിച്ചു. ആർക്കും വേണ്ടാത്ത ചട്ടുകാലിയെ എൻ്റെ തലയിൽ വെക്കാൻ പോകുന്നു. അവൻ സ്വയം പെറുപെറുത്തു. അവൾ കേൾക്കണം എന്ന് ആഗ്രഹിച്ചു പറഞ്ഞതുകൊണ്ടാകാം അവൾ അത് കേട്ടു. അവൻ്റെ നിറക്കണ്ണുകളെ നോക്കിയിട്ടും അവൻ്റെ മനസ്സിൽ അലിവിൻ്റെ ഒരു ചെറുകണിക പോലും ഉണരാതെ പോയത്. പ്രിയ സുകുമാർ, നാട്ടിലെ പണച്ചക്കായ സുകുമാരൻ നായരുടെ ഏകസന്തതി, ഒരു പച്ച പരിഷ്കാരി, ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ എത്തി നിൽക്കുന്നു. അഹങ്കാരത്തിനും കാലും കൈയും വെച്ചൊരു മുതൽ. അച്ഛൻ്റെ പണത്തിൽ അഹങ്കരിച്ച് നടന്ന അവൾ ഏത് അർത്ഥത്തിലാണ് ഉണ്ണിയെ പ്രണയിക്കുന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി അവശേഷിക്കുന്നു. പ്രിയയുടെ പണവും സൗന്ദര്യവും കണ്ട് ഉണ്ണി മുക്കും കുത്തി അവൾക്ക് മുന്നിൽ വീണു. സുകുമാരൻ നായരുടെ കാര്യസ്ഥനായി അവിടെ കയറിപ്പറ്റിയതാണ് ഉണ്ണി. ഒടുക്കം അയാളുടെ മകളെ തന്നെ പാട്ടിലാക്കി. ഇപ്പോൾ സുകുമാരൻ നായരുടെ മാത്രമല്ല, പ്രിയയുടെയും കാര്യസ്ഥത പണി ഉണ്ണിയുടെ കയ്യിലാണ്. വൈകുന്നേരം പതിയെ മീറ്റിംഗ് സ്ഥലത്ത് ഉണ്ണി ഹാജരായി. പ്രിയ ബസ്സിലാണ് കോളേജിൽ പഠിക്കുകയും വരികയും ചെയ്യുന്നത്. ചില നേരങ്ങളിൽ സുകുമാരൻ നായർ അവൾക്ക് വേണ്ടി കാർ പറഞ്ഞേക്കും. എന്നാൽ അവൾ അത് നിരസ്കരിക്കും. കാറിൽ പോവുകയും വരികയും ചെയ്താൽ ഉണ്ണിയുമായി സംസാരിക്കാൻ സാധിക്കില്ലല്ലോ. പതിയെ പോലെ ബസ് സ്റ്റോപ്പിൽ നിർത്തി. പ്രിയ ഇറങ്ങി ഉണ്ണിയുടെ അടുത്തെത്തി. ആ ഉണ്ണി ഇന്ന് നേരത്തെ വന്നോ? ആ വന്നു, അവൻ പറഞ്ഞു. അപ്പോഴും അവൻ്റെ മുഖം കടന്നില കുത്തിയ പോലെ വീർത്ത് കെട്ടി നിന്നു. എന്താ ഉണ്ണി, എന്താ മുഖം വീർപ്പിച്ചേക്കുന്നേ?
അവൾ കുസൃതിച്ചിരിയോടെ ചോദിച്ചു. ഉണ്ണിയൊന്ന് മുഖമുയർത്തി. എന്നിട്ട് പറഞ്ഞു, ആ നശൂലമില്ലേ മീര, ആ ചട്ടുകാരി, അവളെ എന്നെക്കൊണ്ട് കെട്ടിക്കാൻ വാശി പിടിക്കുക. എൻ്റെ അമ്മയും അവളെ വീട്ടുകാരും. ആ സാധനത്തിന് എന്നോട് പ്രേമമാണത്രേ. ഓ, അതാണോ കാര്യം? ഇതൊന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ സബ്ജക്റ്റ് അല്ലല്ലോ. കാലം കുറെ ആയതല്ലേ. നീ തന്നെയല്ലേ ഉണ്ണി ആ പെണ്ണിന് ആശ കൊടുത്തേ. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ മറിഞ്ഞു. ആ, നീ ഇപ്പോൾ അനുഭവിക്കും. അവൾ തമാശയായി പറഞ്ഞിരുന്നെങ്കിലും ഉണ്ണിക്കത് ചങ്കൽ തറച്ചു. ഓഹോ, അപ്പോൾ നീയും അവൾക്ക് വക്കാലത്ത് പറയുവാണോ? ആഹാ, പിണങ്ങിയോ അപ്പോഴേക്കും? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ആ ചട്ടുകാലിയോട് പോയി പണി നോക്കാൻ പറ. ഈ ഉണ്ണിക്കുട്ടൻ ഈ പ്രിയ സുകുമാരൻ്റെ മാത്രമാണെന്ന് പറഞ്ഞേക്കും. അവൾ അവനെ സമാധാനിപ്പിക്കുന്നോണം പറഞ്ഞു. ഞാനത് പറഞ്ഞു. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ട് ചെറുതായി ഒന്ന് ഞെട്ടിയ പ്രിയ അത് പുറത്ത് കാണിക്കാതെ ചോദിച്ചു. എന്താ പറഞ്ഞേ? എൻ്റെ പേര് പറഞ്ഞു? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. ആ, പറഞ്ഞു. എന്തിനാ ഉണ്ണി എൻ്റെ പേര് പറഞ്ഞേ? നീ എന്തൊക്കെ പുകലാകുമോ? എന്തോ, അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം അവളുടെ മുഖത്തു നിന്നും മാഞ്ഞിരുന്നു. ഡി, എല്ലാവരും അറിയട്ടെ നീ എൻ്റേതാണെന്ന്. അവൻ്റെ മുഖത്ത് പ്രണയത്തിൻ്റെ പൂത്തിരികൾ വിരിഞ്ഞു. ഡി, പിന്നെ ഇത് അങ്ങനെ മറച്ചു വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണ്ടേ? അവൻ്റെ ചോദ്യം കേൾക്കാതെ അവൾ എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഡി, നീ എന്താ ആലോചിക്കുന്നേ? അവൻ അവളുടെ തോൾ തട്ടി ചോദിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടി നോക്കി. ഉണ്ണി എന്താ പറഞ്ഞേ? നമുക്ക് എത്രയും വേഗം നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണം. ഇനി ഇത് നീട്ടിവെക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അവൻ പറഞ്ഞു. തീർന്നപ്പോഴേക്കും അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. ഉണ്ണി, അത് ഇപ്പോൾ വേണ്ട. വേണ്ട, അതെന്താ? ഉണ്ണി നെറ്റി ചുളിച്ചു. അവൾ മുഖം കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ എതിർക്കും. പിന്നെ ഗ്രാജുവേഷൻ നല്ല റാങ്കോടെ പാസ്സായാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തും നേടിത്തരാൻ അച്ഛൻ വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിന്റെ പേര് പറയും. ഉണ്ണി അതുവരെ ക്ഷമിക്കൂ, അവൾ കെഞ്ചി. ഉണ്ണി അല്പം ആലോചിച്ചു നിന്നു. ആ, മതി എൻ്റെ പെണ്ണെ. നീ പോയി നന്നായിട്ട് പഠിച്ച് റാങ്ക് വാങ്ങിക്കും. ശരി, ഞാൻ പോട്ടെ. ഉണ്ണി, ആ പിന്നെ ടൗണിലെ ഷോപ്പിൽ എൻ്റെ ലാപ്ടോപ്പ് റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാങ്ങി വരും, അവൾ ചോദിച്ചു. അതിനെന്താ എൻ്റെ പെണ്ണ്, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. നീ പോയിക്കോ, അവൻ പറഞ്ഞു. തീർന്നതും അവൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു തുടങ്ങിയിരുന്നു. അവൾ കണ്ണിൽ നിന്നും മായും വരെ അവൻ നോക്കി നിന്നു.